ത്രിയേക ദൈവത്തിന് സ്തുതി. ബദനി സന്യാസി സമൂഹം എത്യോപ്യയിൽ നടത്തുന്ന മിഷന് 16 വർഷം പൂർത്തിയാക്കുന്ന ഈ വേളയിൽ ബദനി ആശ്രമസ്ഥരുടെ എത്യോപ്യയിലെ വിവിധ മിഷൻ പ്രവർത്തനങ്ങളെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതിന് എനിക്ക് അതിയായ സന്തോഷമുണ്ട്. 2009 MDBR രൂപതയുടെ അധ്യക്ഷൻ അഭിവന്യ ഗബ്രിയോ ഗീറിയൂസ് മോസെ പിതാവ് ബഹുമാനപ്പെട്ട ജനറാളച്ചനെ ബദനി ആശ്രമത്തിൻ്റെ ശുശ്രൂഷ തൻ്റെ രൂപതയ്ക്ക് ആവശ്യമുണ്ടെന്ന് അറിയിക്കുകയും അതിൻ്റെ വെളിച്ചത്തിൽ 19ാമത് ജനറൽ സിനാക്സിസ് അതിന് അനുവാദം നൽകുകയും ആഗോളസഭയുടെ ആവശ്യമനുസരിച്ച് ബദനി സന്യാസി സമൂഹ അംഗങ്ങൾ എവിടെയും ശുശ്രൂഷ ചെയ്യുക എന്നുള്ള വിശുദ്ധ നിയമത്തിൻ്റെ വെളിച്ചത്തിൽ എത്യോപ്യയിലേക്ക് ചെറുപ്പക്കാരായ 3 സന്യാസി വൈദികർ എത്തിച്ചേരുകയും ചെയ്തു. ഇപ്പോൾ 16 വർഷം അവിടെ പൂർത്തിയാക്കുകയാണ്. ഈ കാലയളവിൽ ദൈവവചനം പങ്കുവച്ചുകൊണ്ട് വിവിധങ്ങളായിട്ടുള്ള ശുശ്രൂഷകൾ നിർവഹിച്ചുകൊണ്ട് ദേശത്തിന് അനുഗ്രഹമായി തീരുന്നതിന് നമ്മുടെ വൈദികർക്ക് സഹോദരങ്ങൾക്ക് ഒക്കെ സാധിച്ചിട്ടുണ്ട്. ഈ കാലയളവിൽ ദൈവത്തിൽ നിന്ന് ലഭിച്ച പ്രത്യേകമായിട്ടുള്ള അനുഗ്രഹങ്ങളും സഭാ സ്ഥാപകനായ മാർ യോഹന്നാസ് പിതാവിൻ്റെ ധന്യമായ ജീവിതത്തിന് അനുസൃതമായി ആ ദേശത്തിന് തൻ്റെ സിദ്ധി പങ്കുവെക്കുന്നതിനും ഓരോ ബഥാനിയരും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ബദനി സന്യാസി സമൂഹത്തിലെ അംഗങ്ങൾ എത്തുന്നതിന് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട ബദനി സന്യാസിനികൾ എത്യോപ്യയിൽ പ്രത്യേകിച്ച് MDBR രൂപതയിൽ ശുശ്രൂഷ ആരംഭിച്ചു. നമ്മുടെ ശുശ്രൂഷ മേഖലകൾ രൂപതയോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവജനത്തിനു വേണ്ടി ശുശ്രൂഷ ചെയ്യുക, നമ്മുടെ ശുശ്രൂഷയുടെ വൈവിധ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മറ്റു രൂപത അധ്യക്ഷന്മാരും നമ്മളെ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുകയുണ്ടായി. ഇതിൻ പ്രകാരം ലത്തീൻ സഭയിലും എത്യോപ്യയിലെ ഓറിയൻ്റൽ സഭയിലും നമുക്ക് ശുശ്രൂഷ ചെയ്യുന്നതിനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. പ്രധാനമായും ഇടവക സമൂഹത്തെ ബലപ്പെടുത്തുവാനും പുതിയ കൂട്ടായ്മകൾ രൂപീകരിക്കുവാനും നമ്മുടെ ബഹുമാനപ്പെട്ട വൈദികർ പരിശ്രമിക്കുന്നുണ്ട്. ഈ കാലയളവിൽ ബദനി സന്യാസി സമൂഹത്തിലെ അംഗങ്ങൾ, അധികാരികൾ എല്ലാവരും എത്യോപ്യൻ മിഷനോട് പ്രത്യേകമായിട്ടുള്ള വാത്സല്യവും സ്നേഹവും കരുതലും കാണിച്ചിട്ടുണ്ട്. ഈ നാളുകളിൽ ഏകദേശം 22ഓളം സന്യാസി സഭാ അംഗങ്ങൾ എത്യോപ്യൻ മിഷനിൽ വിസിറ്റ് ചെയ്യുകയും ദീർഘനാളും ചെറിയ സമയങ്ങളുമായിട്ട് അവിടെ അവരുടെ സമയം പങ്കുവച്ചിട്ടുണ്ട്. ഓരോരുത്തരെയും നന്ദിയോടെ ഞാൻ ഓർക്കുന്നു. നമ്മുടെ പ്രധാനപ്പെട്ട പ്രവർത്തന മേഖല എന്ന് പറയുന്നത് ഏൽപ്പിക്കപ്പെട്ട ഇടവകയെ ബലപ്പെടുത്തുക, അതോടൊപ്പം തന്നെ പുതിയ മിഷൻ പ്രദേശങ്ങൾ കണ്ടുപിടിക്കുക. പ്രത്യേകിച്ച് MDBR രൂപതയിൽ ഒരു പുതിയ പ്രദേശം നമുക്ക് ഏൽപ്പിക്കപ്പെട്ടു. ആ പ്രദേശത്ത് ദൈവവചനം പങ്കുവച്ചുകൊണ്ട് ദൈവജനത്തിൻ്റെ സമഗ്രമായ വളർച്ചയ്ക്ക് നമ്മളാലാവുന്ന വിധത്തിൽ പരിശ്രമിക്കുന്നു. അതിൻ പ്രകാരം ഒരു ദേവാലയം നമ്മുടെ നേതൃത്വത്തിൽ അവിടെ പണി കഴിപ്പിക്കുന്നതിനും 4-5 വില്ലേജുകൾ നമ്മുടെ ശുശ്രൂഷ ഇടങ്ങളായിട്ട് മാറ്റുന്നതിനും സാധിച്ചിട്ടുണ്ട്.
അതോടൊപ്പം തന്നെ ഗാഗ്രാബാറ എന്ന് പറയുന്ന ഒരു പാരിഷ് നമ്മളെ ഏൽപ്പിക്കുകയും അവിടുത്തെ ഇടവക ജനത്തിനും ആ പ്രദേശത്തുള്ളവർക്കും ഒക്കെ ശുശ്രൂഷ നൽകുന്നതിനും നമുക്ക് സാധിച്ചു. നമ്മുടെ ശുശ്രൂഷയുടെ പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ട് NDB രൂപതയിൽ ഒളീസോ എന്ന് പറയുന്ന ഒരു എക്ലിയസിയാസ്റ്റിക്കൽ ഡിസ്ട്രിക്റ്റ് അവിടെ രൂപം കൊടുക്കുകയും ബദനി സന്യസ്തരെ അതിൻ്റെ സിഞ്ചുല്ലൂസായിട്ട് കാലാകാലങ്ങളായിട്ട് നിയമിച്ചു വരികയും ചെയ്യുന്നു. നമ്മൾ പുതിയ ഇടവക സമൂഹങ്ങൾ കൂട്ടായ്മകൾ രൂപീകരിക്കുമ്പോൾ വിശ്വാസ പരിശീലനം, സൺഡേ സ്കൂൾ, നമ്മുടെ BBS, ഫെയ്ത്ത് ഫോർമേഷൻ തുടങ്ങിയ എല്ലാവിധമായിട്ടുള്ള ശുശ്രൂഷകളും ദൈവജനത്തിന് നമ്മൾ നൽകി വരുന്നു. അതോടൊപ്പം തന്നെ അവരുടെ സമഗ്രമായ വികസനത്തിന് വിദ്യാഭ്യാസം, ആതുരസേവനം, അതോടൊപ്പം തന്നെ ഭക്ഷണത്തിന് വേണ്ടുന്ന ക്രമീകരണങ്ങൾ, വളരെ പ്രത്യേകിച്ച് കൃഷി, ആരോഗ്യപരിപാലനം തുടങ്ങിയ എല്ലാ വിധത്തിലുള്ള അവസ്ഥകളിലൂടെയും അവർക്കൊരു ഉന്നമനം ലക്ഷ്യമാക്കിക്കൊണ്ട് നമ്മൾ പരിശ്രമിക്കുന്നു. അതോടൊപ്പം തന്നെ എത്യോപ്യയിൽ നിരന്തരം നമ്മുടെ സാന്നിധ്യം ആവശ്യമാണെന്ന് ബോധ്യമായിക്കൊണ്ട് ബദനി സന്യാസ സമൂഹത്തിലേക്കുള്ള പരിശീലനത്തിന് വേണ്ടിയിട്ട് യുവാക്കളെ നമ്മൾ പ്രത്യേകമായി പരിപാലിച്ചു വരുന്നു. ഏതാനും അർത്ഥികൾ സമൂഹത്തിൽ ചേർന്നുകൊണ്ട്
പരിശീലനത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നു. ഓരോരുത്തരുടെയും സമഗ്രമായ വിമോചനം, ഉയർച്ച അത് ലക്ഷ്യമാക്കിക്കൊണ്ടാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അതിൽ പ്രത്യേകിച്ച് വിദ്യാഭ്യാസം, നമ്മുടെ ഗോറു ആശ്രമം സ്ഥാപിച്ചത് തന്നെ ഡിഗ്രി ഓഫ് ഇറക്ഷനിൽ 2 പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങളാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഗോറു എന്ന് പറയുന്ന പ്രദേശത്തെ വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം വർദ്ധിപ്പിക്കുക, അതുപോലെ തന്നെ MDB രൂപതയിലെ മിഷൻ പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്തുക. ഈ 2 കാര്യങ്ങളും ദൈവത്തിൻ്റെ പ്രത്യേകമായ പരിപാലനയിൽ ഭംഗിയായി നിർവഹിക്കുന്നതിന് നമുക്ക് സാധിക്കുന്നു എന്നുള്ളത് വളരെ നന്ദിയോടെ സ്മരിക്കട്ടെ. KG തൊട്ട് 6ാം ക്ലാസ് വരെയുള്ള ഒരു വിദ്യാഭ്യാസ ഫോർമൽ സ്കൂൾ നമുക്കവിടെയുണ്ട്. ഏകദേശം 550ഓളം വിദ്യാർത്ഥികൾ, വളരെ പാവപ്പെട്ടവരായിട്ടുള്ള കുഞ്ഞുങ്ങൾ അവിടെ പഠിക്കുന്നു. അവരുടെ വിദ്യാഭ്യാസത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും നമ്മെ സംബന്ധിച്ച് നമ്മൾ ഔദാര്യപൂർവ്വം മറ്റുള്ളവരുടെ ഔദാര്യത കൊണ്ട് ലഭിക്കുകയും അത് പങ്കുവെക്കുകയും ചെയ്യുന്നു. ആ പ്രദേശത്തെ ഏറ്റവും നല്ല ഒരു പ്രൈമറി സ്കൂളായിട്ട് നമ്മുടെ സ്കൂൾ വളർന്നു വരുന്നു എന്നുള്ളത് അഭിമാനകരമാണ്. Barattoota keenyaaf barsiisota keenyaaf haa ta'u. അധ്യാപകരും നമ്മുടെ അച്ഛന്മാരുടെ നിർദ്ദേശങ്ങളും നേതൃത്വവും ഈ വിദ്യാഭ്യാസ മേഖലയ്ക്ക് കാര്യമായ സംഭാവന നൽകുന്നതിന് സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ശുശ്രൂഷ ചെയ്യുന്ന മേഖല എന്ന് പറയുന്നത് ഏറ്റവും താഴ്ന്ന തട്ടിലുള്ള ഗുമ്മൂസ് എന്ന് പറയുന്ന ഒരു ട്രൈബൽ വിഭാഗത്തിൻ്റെ ഇടയിലാണ്. മറ്റ് ട്രൈബൽ ആൾക്കാരുമായിട്ട് അവരധികം സഹവസിക്കാറില്ലായിരുന്നു. നമ്മളുടെ സാന്നിധ്യവും നിരന്തരമായിട്ടുള്ള നമ്മുടെ പരിശ്രമവും ഫലമായിട്ട് ഏറെക്കുറെ എല്ലാ ഗോത്രങ്ങളുമായിട്ട് ഒരുമിച്ച് ചേർന്നുകൊണ്ട് വളർന്നു വരുന്നതിന് അവിടുത്തെ കുഞ്ഞുങ്ങൾക്കും യുവജനങ്ങൾക്കും പ്രത്യേകമായിട്ട് സാധിക്കുന്നു. അവരുടെ കൃഷിയിൽ നമ്മൾ സഹായിക്കുന്ന വഴിയായിട്ട് പട്ടിണി മരണങ്ങളൊക്കെ ഇല്ലാതാക്കുന്നതിന് സാധിക്കുന്നു. ഇവരുടെ വളർച്ചയിൽ അഭിമാനകരമായ മാറ്റങ്ങൾ വരുന്നത് പ്രമാണിച്ച് ഗവൺമെൻറ് അവർക്ക് കുറച്ച് സ്ഥലം കൃഷിക്ക് ഉപയുക്തമാക്കുന്ന വിധത്തിൽ നൽകുകയും നമ്മളവിടെ കൂട്ടുകൃഷി സമ്പ്രദായം നടത്തുകയും ചെയ്യുന്നു. വിവിധങ്ങളായിട്ടുള്ള കൃഷി രീതികൾ, വിളവുകൾ ചുരുങ്ങിയ സമയം കൊണ്ട് അവർ നിർവഹിക്കുന്നു. മഴയുടെ ദൗർലഭ്യം, വെള്ളത്തിൻ്റെ ദൗർലഭ്യം ഇവ വളരെയേറെ അനുഭവപ്പെടുന്ന പ്രദേശമാണ്. ആയതിനാൽ ഈ മഴവെള്ളം സംഭരിക്കുന്നതിനും കൂടുതൽ തരത്തിലുള്ള കൃഷി ലഭിക്കുന്ന മഴയുടെ അളവനുസരിച്ച് കൃഷി ചെയ്യുന്നതിനും ഒക്കെ ഒരു പരിശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് വരുന്നു. അതോടൊപ്പം തന്നെ അവർക്കാവശ്യമായിട്ടുള്ള കന്നുകാലികളെയും മറ്റ് ജീവികളെയും ഒക്കെ നൽകിയ വഴിയായിട്ട് അവർക്ക് നിത്യജീവിതത്തിന് ആവശ്യമായിട്ടുള്ള പണം സമ്പാദിക്കുന്നതിനും ഒക്കെ സാധിച്ചു വരുന്നു. പ്രത്യേകിച്ച് വനിതകളുടെ എംപവർമെൻറ്റിന് വേണ്ടിയിട്ട് നമ്മളാവുന്ന വിധത്തിൽ പള്ളികളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് വിവിധങ്ങളായിട്ടുള്ള ശുശ്രൂഷകൾ നിർവഹിക്കുന്നു. ഇടവക ജനത്തിൻ്റെ ആത്മീയവും ഭൗതികവുമായിട്ടുള്ള സുസ്ഥിതി, ഇതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇടവകയുടെ ലക്ഷ്യം. വചനത്തിൽ വളരുന്നതിനും പഠിക്കുന്നതിനും അവർക്ക് വിശുദ്ധ ഗ്രന്ഥം വിവിധ ഭാഷകളിൽ ഉള്ളത് നമ്മൾ നൽകി വരുന്നു. അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും നമ്മൾ നൽകി വരുന്നു. അതോടൊപ്പം തന്നെ ബൈബിൾ സ്റ്റഡീസ് അതുവഴിയായിട്ട് ഇടവകളിലും അവരായിരിക്കുന്ന പ്രദേശങ്ങളിലുമൊക്കെ കൂടുതൽ ദൈവവചനം ആഴത്തിൽ ബോധ്യപ്പെടുന്നതിനും അതനുസരിച്ച് ജീവിക്കുന്നതിനും ഒരു പുതിയ തലമുറയെ
വാർത്തെടുക്കുന്നതിനും നമ്മുടെ ബഹുമാനപ്പെട്ട വൈദികർ അഹോരാത്രം പരിശ്രമിക്കുന്നു. അവർക്ക് വിവിധങ്ങളായിട്ടുള്ള പരിശീലനം നൽകുന്നത് വഴിയായിട്ട് അടിസ്ഥാനപരമായിട്ട് അവർ ഹണ്ടേഴ്സാണ്. അതിൽ നിന്ന് മാറി കൃഷി സമ്പ്രദായത്തിലോട്ട് വരുന്നതിനും അതുപോലെ തന്നെ തൊഴിൽ സാധ്യതകൾ യുവജനങ്ങളെ പരിശീലിപ്പിക്കുന്നതിനും ഇടയാക്കുന്നുണ്ട്. സാങ്കേതികമായിട്ടുള്ള വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലായാലും ഫോർമൽ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിലായാലും കൃഷിയുടെ കാര്യത്തിലായാലും അവരൊക്കെ വളരെയേറെ പുരോഗമിക്കുന്നു എന്നുള്ളതും യാതൊരു വിധത്തിലുള്ള ശാരീരികമായിട്ടുള്ള ക്ലേശങ്ങളും അവരെ അധികം അലട്ടാത്ത വിധത്തിൽ തുടരെയുള്ള മെഡിക്കൽ ക്യാമ്പുകൾ വഴിയായിട്ട് ആരോഗ്യപരമായിട്ടുള്ളൊരു സുസ്ഥിതി ഉണ്ടാക്കുന്നതിനും പരിശ്രമിച്ചു വരുന്നു. ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ, ഭവന നിർമ്മാണത്തിൻ്റെ കാര്യത്തിലും ഒക്കെ വളരെയേറെ ശ്രദ്ധ അച്ഛന്മാരുടെ നേതൃത്വത്തിലും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിൻ്റെ നേതൃത്വത്തിലും നൽകി വരുന്നു. መንፈስ ቅዱስን አንድ አምላክ አሜን።
በሰማይ የምትኖር አባታችን ሆይ ስምህ ይመስገን፣ መንግሥትህ ትምጣ፣ ፈቃድህ በሰማይ እንደሆነች እንዲሁም በምድር ይሁን። የዕለት እንጀራችንን ዛሬ ስጠን፣ እኛ የበደሉንን ይቅር እንደምንል በደላችንን ይቅር በለን፣ ከክፉ ሁሉ ሰውረን እንጂ ወደ ፈተና አታግባን። መንግሥት፣ ኃይልና ክብር፣ ምስጋና ለዘላለም ያንተ ነውና። ጸጋ የሞላሽ ማርያም ሆይ ሰላም ላንቺ ይሁን፣ እግዚአብሔር ከአንቺ ጋር ነው። ከሴቶች ሁሉ የተባረከች ነሽ፣ የሆድሽም ፍሬ ኢየሱስ የተባረከ ነው። ቅድስት ማርያም የአምላክ እናት ለእኛ ለኃጢአተኞች አሁንም በሞታችን ጊዜ ለምኝልን። ለአብ ለወልድና ለመንፈስ ቅዱስ ምስጋና ይሁን አሁንም ዘወትርም ለዘላለም አሜን። ጆሌ አማ asii keessa maal jira qoshasha hin barbaadu መስቀል ብቻ barbaadu seelera መስቀል ብቻ barbaadu boriif jira ni maal fide መስቀል fide seelera መዝሙሪያ jira fide mana barumsa deema ijoollee jira asii injiru afaan oromoo dubbisa ijoollee jira afaan oromoo beeka dubbisa amaarinya beeka eeshi ijoollee mana barumsa deema ijoollee jira asii ijoollee आनंद शांति यीशु के घर में, आनंद शांति यीशु के घर में। शालालाला 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 शालालाला